അപ്പോൾ നമ്മൾ ഒറ്റ മൈൻഡിൽ പെട്ടെന്ന് വിചാരിച്ചു നമുക്ക് കൊച്ചി ലുലുമാളിൽ പോകാമെന്ന്. അപ്പോൾ കൊച്ചി ലുലുമാളിൽ നമ്മളെത്തി. ഞങ്ങളിത് ആദ്യം വിചാരിച്ചു ശരിക്കുള്ള ആളാണ്, എന്നിട്ട് പാർക്ക് ചെയ്യാൻ വിളിച്ചാന്ന് വിചാരിച്ചേ. പിന്നെയാണ് മനസ്സിലായത് അതൊരു സ്റ്റാച്ചു ആണ്. ഞങ്ങളെല്ലാവരും ചമ്മിപ്പോയി. നമ്മളിപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ട്രാവൽ ചെയ്തുകൊണ്ട് മുടിയൊക്കെ പോയി. അപ്പോൾ നമ്മൾ മുടിയൊക്കെ റെഡിയാക്കാണ്. കണ്ണൻചേട്ടൻ കാറൊക്കെ ഡബിൾ ലോക്കൊക്കെ ചെയ്ത് നമ്മളെല്ലാവരും അവിടെ നിന്ന് കുറേ അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. ലിഫ്റ്റ് അങ്ങറ്റത്തായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചിക്കാണെങ്കിൽ ചിരി വന്നിട്ട് പോയി അയാളുടെ ആ കാര്യം ഓർത്തിട്ട്. അപ്പോൾ ചേച്ചി വീഡിയോ എടുത്ത് വയ്ക്കുകയായിരുന്നു. അതെന്താ സംഭവം നേരത്തെ നടന്നത്? നമ്മുടെ അമ്മാടി നമ്മൾ കളി അയക്കായിരുന്നു കാറിൽ വെച്ചിട്ട്. സോ അമ്മാടി നല്ല സാഡാണ്. ഗൈസ് നമ്മൾ കുറേ ആയി നടക്കണേ. ലുലുമാളിലെ പാർക്കിംഗ് ഒക്കെ എന്തോരാ. എവിടെ നട എത്ര ദൂരം നടക്കണം നമ്മൾ കുറേ ദൂരം നടക്കണം. പാവി പിള്ളേരും കൊണ്ട് നമ്മൾ നടക്കണേ. നമ്മൾ ഇസ്റ്റാപ്പി ആദ്യമായിട്ട് എസ്കലേറ്റർ കയറി തന്നെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമൊക്കെ ആയിരുന്നു ഇതിൽ കണ്ടത്. നല്ല ശരിയൊക്കെ ആയിരുന്നു അവൻ്റെ. പിന്നെ നമ്മൾ കാർഡ് എടുത്തു. അത്യാവശ്യം ഇത്ര 3000 എബോവ് എടുത്തെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ചേച്ചിയാണ് എടുത്തത്. അപ്പം നമ്മൾ അത്യാവശ്യം എല്ലാ റൈഡിലും കയറാൻ പറ്റി നമുക്ക് ആ കാർഡ് കൊണ്ട്. പിന്നെ നമ്മൾ പിള്ളേരും കൊണ്ട് കളിക്കാൻ പോയി. നമ്മൾ ഓരോരുത്തരെ വെച്ച് ഹൈറ്റ് നോക്കിക്കൊണ്ടിരിക്കണം, അവിടെ ഹൈറ്റൊക്കെ നോക്കണം. അപ്പം അമ്പാടീനൊക്കെ വെച്ചു. ഇച്ചാപ്പി ചെറുതായതുകൊണ്ട് ആദ്യം കുറച്ചുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കയറി അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. അവന് ഗ്രീൻ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത റൈഡിൽ കയറി. പിള്ളേർ ഇതിന് ഇഷ്ടം കൊണ്ട് കയറിയതാണ്. കുക്കുവിനും ചാപ്പിയും കൂടിയിട്ട്. അമ്പാടി ഭയങ്കര മെച്യൂരിറ്റി പോലെയാണ് അവൻ്റെ. അൾട്രാ സ്ലോ ആയിരുന്നു അത്. അൾട്രാ സ്ലോ അല്ല, അൾട്രാ ഫ്ലോപ്പ് ആയിരുന്നു. പിള്ളേർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര സ്ലോയിലായിരുന്നു സംഭവമാണ്. കുക്കോടെ കിടന്ന് ഉറങ്ങി ഇരിക്കണ ഇരിപ്പ് കണ്ടില്ല അവളുടെ. ഉറങ്ങി തുടങ്ങിയല്ലോ. ഇതിന്റെ അപാര സ്പീഡ് പോണ്ടേ. ഇതില് വലിയവരുടെ ചെറിയവരുടെ. അടുത്ത റൈഡിൽ കയറി ഞാൻ, കുക്കു, കുഞ്ഞാവ്, അമ്പാടി. ഇച്ചപ്പിക്ക് കയറാൻ പറ്റിയില്ല. ആണെങ്കിൽ ഭയങ്കര നൈസായിരുന്നു, ഭയങ്കര വൈബായിരുന്നു അത്. ഇപ്പൊ നമ്മളിറങ്ങ അടുത്ത റൈഡിൽ അവർ സീറോ ഗ്രാവിറ്റി ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് അവരിയ്ക്കുന്നത്. ബാക്കി കണ്ടോളൂ നിങ്ങൾ. സീറോ ഗ്രാവിറ്റി പോയിട്ട് വാ ചേച്ചി. പറ്റുമോ? കണഞ്ഞേട്ടാ കാവടിത്തുള്ളി പോണ്ട്. വരുമ്പോ ഈ എവിടെ നിങ്ങൾ നിക്കണേ ചേച്ചി ഇങ്ങനെ കാട്ടണേ. ദേടെ നിന്റെ അമ്മ, ഇത് കുഞ്ഞാവ, ആ ചേച്ചി. നമ്മൾ സേഫാണ് കഴിച്ചു. എടാ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മ ഇപ്പൊ കിടന്ന് തിരിയും. പേടിയുണ്ടോടാ നിന്റെ അമ്മേനെ? എനിക്കിതിൽ കയറണം.
എങ്ങനെയുണ്ടായിരുന്നു സംഭവം? കുതിരമേ കയറി ഇച്ചാപ്പിക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കും കയറി അതിനൊപ്പം തന്നെ. കുക്കുവിനും ഇച്ചാപ്പിക്കൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറൊക്കെ അടിച്ചു തുടങ്ങി. പിന്നെ അവിടെ ഇരുന്നു. പിന്നെ അടുത്ത ഇപ്പോൾ ഇതും കളിച്ചു. ഇതെന്തായിരുന്നു ഇത്? ഇതെന്താ സാധനം? JCB. JCB. അത്യാവശ്യം എല്ലാ റൈഡിലും നമ്മൾ കയറിയിട്ടുണ്ട്, മിക്ക ഇതിലും. പിന്നെ അമ്പാടിക്ക് ഇഷ്ടമുള്ളതിലും. പിന്നെ ബാസ്കറ്റ് ബോൾ നമ്മൾ എവിടെ പോയാലും ഇത് കളിക്കാതിരിക്കില്ല. അപ്പോൾ നമ്മൾ അതും കളിച്ചു. പിന്നെ ഇച്ചാപ്പിയുടെ ബൈക്കിൻ്റെ പിന്നിലും കയറി. അത് അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഒരെണ്ണം കയറി. ഇതെന്താ പറയണത് എനിക്കറിയില്ല. ഞങ്ങൾ 2 പേരെ കയറി. കിളി പോയി. ഇത് കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെ. ഇതൊന്നും ഞാൻ അറിയുന്നുണ്ട് ഇത് ബാക്കിക്കൊക്കെ തിരിയണം. പക്ഷെ എൻ്റെ ഇതിലുള്ളിൽ എൻ്റെ പോക്കറ്റിൽ ഫോണുണ്ട്, തെറിക്കോ. പിന്നെ ഞാൻ വെള്ളത്തിലൊക്കെ ചാടുന്നുണ്ട്. എനിക്ക് എന്തൊക്കെയോ പേടിയിരുന്നു. ഇത് നിങ്ങൾ എന്തായാലും ലുലുമാളിൽ പോവുകയാണെങ്കിൽ കൊച്ചി ഇത് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യണം. കാരണം ഞാൻ ഇനി പോകുമ്പോൾ ഞാൻ ഇതിൽ എന്തായാലും കയറും. കാരണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കയറണത്. കാരണം കുറച്ചു നേരം അത്രയ്ക്കും നല്ലതായിരുന്നു. കണ്ണടച്ചായിരുന്നു, ഞാൻ കണ്ണേ അടച്ചിട്ടില്ല. അത്രയ്ക്കും ബെസ്റ്റായിരുന്നു അത്. പിന്നെ അവസാനമായപ്പോഴേക്കും നമുക്ക് ഭയങ്കര തലൊക്കെ ഇറങ്ങണ പോലെ തോന്നിയോ എന്താ തോന്നിയെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു സാധനത്തിലായിരുന്നു ചേച്ചി കയറ്റി ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും നന്നായിരുന്നു, അത്രയ്ക്കും പേടിച്ചു നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ എണ്ണത്തില്ല. എനിക്ക് ഇതിലായിരുന്നു കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ ചേച്ചി കൊണ്ടുപോയി കയറ്റിയത് അതിലായിരുന്നു. പക്ഷെ അതായിരുന്നു ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാർബിക്യൂ നേഷനിൽ പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ കുക്കൊക്കെ നിൽക്കായിരുന്നു. ഫുഡൊക്കെ നമ്മളെ വെൽക്കം ചെയ്യണം നമ്മുടെ കുക്കുമായിരുന്നു. കുക്കിൻ്റെ കണ്ണ് നോക്കട്ടെ. കണ്ണ് ചിമ്മ കാണിച്ചെന്നേ, ഐഷാഡ് കാണിച്ചെന്നേ. ഇതിപ്പോഴുള്ള പോലെ തന്നെ തല്ല്, സ്നേഹം, ഭാര്യയും ഭർത്താവും, അത് അടിപൊളി കോംബോ ഇവരുടെ. നല്ല രസമുണ്ടായിരുന്നു ഇവർ. പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. കണ്ണൻ ചേട്ടൻ്റെ കസിനെ വിളിച്ച് കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ബാർബിക്യൂ നേഷനിൽ വന്ന് ഫുഡ് തട്ടാൻ പോവാണ് അങ്ങനെ പറഞ്ഞിട്ട് കല്ലിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഹെൽത്തിന് പ്രോബ്ലം കാരണം കൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ഔട്ടിങ്ങിനും ആളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആളിനൊന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ കാണിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങൾ തുടങ്ങി ഫുഡ് കഴിക്കാൻ. ഇറ്റ്സ് റിയലി ഗുഡ്. സ്റ്റാർട്ടേഴ്സ് കഴിക്കുമായിരുന്നു. അത്യാവശ്യം സ്പൈസി ആയിരുന്നു. അവർ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു സ്പൈസിനെസ് ആവട്ടെ എന്ന്. പിന്നെ ചിക്കൻ കാല് വന്നു, അത് വന്നു, ഗ്രിൽസ് വന്നു, വിച്ച് ഇസ് ടോട്ടലി ഇറ്റ്സ് റിയലി ടേസ്റ്റി. ആൻഡ് പിന്നെ ഞാൻ കഴിക്കുകയാണ്. എനിക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് സ്പൈസിയാണ്, ടേസ്റ്റി ആയിരുന്നു. ദെൻ നമ്മുടെ ഗ്രിൽസൊക്കെ വന്നായിരുന്നു. അത്യാവശ്യം നമ്മൾ ഗ്രിൽസൊക്കെ നോക്കിയാൽ നമുക്കൊന്നും അത്യാവശ്യം അവർ തരുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ചേച്ചെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ചോദിച്ചാണ് നമ്മളതിൻ്റെ സോസും ഇതൊക്കെ വാങ്ങിയത്. നമ്മൾ മുക്കി കഴിക്കുകയാണ്. കുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മയോണൈസിൽ മുക്കി അങ്ങോട്ട് പെരട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ണൻ്റെ മറ്റേ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് ഷോയിങ് ടു ഹിം. നമ്മളിങ്ങനെ കഴിക്കേണ്ട ഒന്ന് വീഡിയോ കൊടുക്കാം. ഇത് കണ്ടിട്ട് നമുക്കൊരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. ഏത് പാട്ടാ പറ, ഗസ്. ഇതെന്താ തിന്നാത്തെ? ചിന്നു അങ്ങനെ പറയരുത്. ഡബിളാ ഡബിള്. തിന്നടി, നീ വേണ്ട. ഡബിളാ ഡബിൾ. അറ്റ് ലാസ്റ്റ് വന്നു. അപ്പം ഞങ്ങൾ മെയിൻ കോഴ്സിലേക്ക് കടന്നു. പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് നോർത്ത് ഇന്ത്യൻ ബിരിയാണി ടൈപ്പൊന്നും അധികം ഇഷ്ടമില്ലാത്ത കാര്യമുണ്ട് നൂഡിൽസ് മാത്രമാണ് എനിക്ക് മെയിൻ കോഴ്സിൽ ഇഷ്ടമായത്. പിന്നെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ വയറൊക്കെ ഫുള്ളായിരുന്നു. ബട്ട് എന്നാലും ട്രൈ ചെയ്തു. വിച്ച് ഈസ് ഓക്കെ, നോട്ട് റിയലി ഗുഡ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എനിക്കത് ഓക്കെ. എനിക്ക് മെയിൻലി ഫുള്ളായിരുന്നു എൻ്റെ വയറ്. അതാണ് മെയിൻ. പിന്നെ നമ്മൾ മട്ടൻ കറി എല്ലാം അതും അതിലവിടെ ഉണ്ടായിരുന്നു. ടേസ്റ്റി. ഇനി എന്ത് വേണം? ഐസ്ക്രീം. ലാസ്റ്റ് പിന്നെ കുറച്ച് ഡെസേർട്ടിലേക്ക് കടന്നു. നമ്മൾ ചോക്ലേറ്റ് കേക്കും ബ്രൗണിയും പിന്നെ കുറേ അവിടെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് പിന്നെ അല്ല കേക്ക് തന്നെ വെറൈറ്റി ടൈപ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കട്ട് ഫ്രൂട്ട്സ് ഒരെണ്ണം എടുത്തുള്ളൂ, വാട്ടർമെലൺ മാത്രം. പിന്നെ അവിടെ കുറേ പപ്പായനെ കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ പാനിപ്പൂരി ഞാൻ 2 പ്ലേറ്റ് എടുത്തായിരുന്നു. എനിക്ക് അമ്പാടിക്ക് മാത്രമേ പാനിപ്പൂരി ഇഷ്ടമായിട്ടുള്ളൂ. തന്നെ മത്തേ ഒരു പ്ലേറ്റിൽ തണ്ണിമത്തം എടുത്തിട്ട് തന്നെ.
നോൺ വെജ് ചേച്ചി എന്തത് salad, vegetable, salad smart. The cucumber, onions, carrot, salad. ചേച്ചി ഡയറ്റിങ്ങിലാ കഴിക്കാനൊന്നും പാടില്ല ഞാൻ നോൺ വെജ് തന്നെ ഇന്നലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും പ്ലേറ്റ് നോക്ക് ചിക്കൻ അത് ഇത് ചേച്ചി നോക്ക് ഇതെന്തീ വെള്ളം ഇത് കുക്കുംബർ വാട്ടർ നല്ല സൂപ്പറാണ് രസമല്ല അവിടെ കണ്ണഞ്ചേട്ടൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പ്ലേറ്റ് നിറച്ച് അവിടെ അറ്റത്ത് കണ്ടോ കണ്ണഞ്ചേട്ടൻ അത് അവളുടെ ബർത്ത്ഡേ വീക്കായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് കട്ട് കേക്ക് അവളെ ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. എപ്പോൾ ബാർബിക്യുനേഷൻ്റെ ടൈമിൽ ഞങ്ങളെ പോയാലും അവളുടെ ബർത്ത്ഡേ മന്ത് ആയിരിക്കും. സോ വി യൂഷ്വലി കട്ട് എ കേക്ക്. പിന്നെ അതുപോലെ തന്നെ അവൾ മുഖത്തൊക്കെ കേക്കൊക്കെ ആക്കി ലാസ്റ്റ് ഒരു ഡയലോഗും ഓൾമോസ്റ്റ് 12 മണിയൊക്കെ ആയി ഇറങ്ങിയപ്പോൾ എല്ലാ കടകളും അടച്ചു, ലിഫ്റ്റ് അടച്ചു, എല്ലാം ഒന്നുമില്ല നമുക്ക്. ലിഫ്റ്റ് അപ്പോൾ ചേച്ചി ചോദിക്കായിരുന്നു സെക്യൂരിറ്റിയോട് ഉണ്ടോ. ഇവിടെ ഇറങ്ങിയപ്പോഴേക്ക് നല്ല മഴയൊക്കെ ആയിരുന്നു. ഒന്നും പറയാനില്ല പുറത്ത് ഭൂമി കുലുങ്ങുന്നൊരു ഡൗട്ട് വണ്ടി കിടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു സ്റ്റീറിംഗ് വിറയ്ക്കുന്നു. ചേട്ടൻ ചോദിച്ചു ചായ കുടിച്ചാലോ, അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, ചായ കുടിക്കാൻ കയറി. പിന്നെ ചായ കുടിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് മിഠായി ഉണ്ടായി, 2 പിള്ളേരും തല്ലുട്ടും അതും ഉണ്ടായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ബ്ലോക്കൊന്നും ആമ്പലൂർ ഉണ്ടായിരുന്നില്ല, കാരണം 2 മണി ആയല്ലോ. പിന്നെ ബ്ലോക്ക് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലൊക്കെ എത്തി. ഗുഡ് നൈറ്റ്.